എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൽ നമ്മളിനി ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് എറർ ഡിറ്റക്റ്റിംഗ് ടെക്നിക്സ്. പലരും സ്കിപ്പ് ചെയ്യാറുള്ള ഒരു ടോപ്പിക്കാണ് എറർ ഡിറ്റക്റ്റിംഗ് ടെക്നിക്സ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കും കൂടിയാണ് ഈ ഒരു എറർ ഡിറ്റക്റ്റിംഗ് ടെക്നിക്സ്. അപ്പോൾ ഇതിലെ സിംഗിൾ പാറ്റി ചെക്ക്, 2 ഡയമെൻഷണൽ പാറ്റി ചെക്കൊക്കെ എല്ലാവരും പഠിച്ചു വെക്കാൻ ശ്രമിക്കും. എന്നാൽ ചെക്ക് സമ്മ്, സൈക്ലിക് റിഡൻഡൻസി ചെക്ക് ഇതൊക്കെ സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. നമ്മൾ എത്രത്തോളം സിമ്പിളാക്കാൻ പറ്റുമോ അത്രത്തോളം സിമ്പിളാക്കിയിട്ടാണ് ക്ലാസ്സസൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ കുറച്ച് പോപ്പുലറായ എറർ ഡിറ്റക്റ്റിംഗ് ടെക്നിക്കുകളാണ് സിംഗിൾ പാറ്റി ചെക്ക്, 2 ഡയമെൻഷണൽ പാറ്റി ചെക്ക്, ചെക്ക് സമ്മ്, സൈക്ലിക് റിഡൻഡൻസി ചെക്ക്. സിംഗിൾ പാറ്റി ചെക്ക് തന്നെയാണ് വെർട്ടിക്കൽ റിഡൻഡൻസി ചെക്ക് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ 2 ഡയമെൻഷണൽ പാറ്റി ചെക്ക് ലോഞ്ചിറ്റ്യൂഡനൽ റിഡൻഡൻസി ചെക്ക് എന്നും അറിയപ്പെടുന്നുണ്ട്. അതായത് സിംഗിൾ പാറ്റി ചെക്ക് എന്താണ് VRC, 2 ഡയമെൻഷണൽ പാറ്റി ചെക്ക് LRC. സോ ആദ്യം വെർട്ടിക്കൽ റിഡൻഡൻസി ചെക്ക് എന്താണെന്ന് നോക്കാം. അതായത് സിംഗിൾ പാറ്റി ചെക്ക്. സിംഗിൾ പാറ്റി ചെക്കിംഗ് ഈസ് ദി സിമ്പിൾ മെക്കാനിസം ആൻഡ് ഇൻഎക്സ്പെൻസീവ് ടു ഡിറ്റക്ട് ദി എറേഴ്സ്. എറേഴ്സ് ഡിറ്റക്ട് ചെയ്യാനുള്ള ഏറ്റവും സിമ്പിളും ഇൻഎക്സ്പെൻസീവ് ആയ ഒരു മെക്കാനിസം ആണെന്ത് സിംഗിൾ പാറ്റി ചെക്കിംഗ്. ഇൻ ദിസ് ടെക്നിക് എ റിഡൻഡൻറ്റ് ബിറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പാരിറ്റി ബിറ്റ് which is appended at the end of the data unit so that the number of ones become even. അപ്പോൾ ഈ ഒരു ടെക്നിക്കിൽ നമ്മുടെ ഡാറ്റ യൂണിറ്റിൻ്റെ എൻഡിൽ റിഡൻഡൻറ്റ് ബിറ്റ് അല്ലെങ്കിൽ പാരിറ്റി ബിറ്റ് ആഡ് ചെയ്യും. ഡാറ്റ യൂണിറ്റിലെ 1 എന്ന ബിറ്റിൻ്റെ നമ്പർ ഈവൻ നമ്പർ ആക്കാനാണ് പാരിറ്റി ബിറ്റ് ആഡ് ചെയ്യുന്നത്. ഇഫ് ദി നമ്പർ ഓഫ് വൺസ് ബിറ്റ് ഈസ് ഓഡ് then the parity bit 1 is appended, and if the number of ones bit is even then the parity bit 0 is appended at the end of the data unit. 1 എന്ന ബിറ്റ്സിൻ്റെ നമ്പർ ഓഡ് ആണെങ്കിലാണ് പാരിറ്റി ബിറ്റ് 1 അപ്പൻഡ് ചെയ്യുന്നത്. 1ൻ്റെ നമ്പർ ഈവൻ ആണെങ്കിൽ 0 ആണ് ഡാറ്റ യൂണിറ്റിൻ്റെ എൻഡിൽ അപ്പൻഡ് ചെയ്യുന്നത്. അറ്റ് ദി റിസീവിംഗ് എൻഡ് പാരിറ്റി ബിറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഫ്രം ദി റിസീവ്ഡ് ഡാറ്റ ബിറ്റ്സ് ആൻഡ് കമ്പയർഡ് വിത്ത് ദി റിസീവിംഗ് പാരിറ്റി ബിറ്റ്. ഡാറ്റ യൂണിറ്റ് റിസീവിംഗ് എൻഡിൽ എത്തുമ്പോൾ ഡാറ്റ യൂണിറ്റ് നോക്കി പാരിറ്റി ബിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് റിസീവ് ചെയ്ത പാരിറ്റി ബിറ്റുമായി കമ്പയർ ചെയ്യും. 1ൻ്റെ നമ്പർ ഈവൻ ആണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും. ദിസ് ടെക്നിക് ജനറേറ്റ്സ് ദി ടോട്ടൽ നമ്പർ ഓഫ് വൺസ് ഈവൻ, സോ ഇറ്റ് ഈസ് നോൺ ആസ് ഈവൻ പാരിറ്റി ചെക്കിംഗ്. അപ്പോൾ 1 എന്ന ബിറ്റിൻ്റെ നമ്പർ ഈവൻ ആക്കുന്നത് കൊണ്ട് ഈ ടെക്നിക്ക് ഈവൻ പാരിറ്റി ചെക്കിംഗ് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഫിഗർ നോക്കിയാൽ സെൻഡ് ചെയ്യുന്ന ഡാറ്റ യൂണിറ്റിലെ ബിറ്റിൻ്റെ ആകെ എണ്ണം 7 ആണ്. എത്ര 1 ഉണ്ടെന്ന് നോക്കിയാൽ 1 2 3 4 5, സോ 5 1 ആണ് ഉള്ളത്. സോ ഇതിനെ ഈവൻ ആക്കാൻ 1 കൂടി ഡാറ്റ യൂണിറ്റിൻ്റെ എൻഡിൽ അപ്പൻഡ് ചെയ്യുന്നു. ദെൻ ട്രാൻസ്മിഷൻ മീഡിയ വഴി സെൻഡ് ചെയ്യും. റിസീവ് ചെയ്യുമ്പോൾ ഡാറ്റ യൂണിറ്റിൻ്റെ പാരിറ്റി കമ്പ്യൂട്ട് ചെയ്യും. എന്നിട്ട് പാരിറ്റി ബിറ്റുമായിട്ട് കമ്പയർ ചെയ്യും. ദെൻ നമ്പർ ഓഫ് വൺസ് ഈവൻ ആണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു കേസിൽ നമ്പർ ഓഫ് വൺസ് എത്രയാണ്, ഈവൻ ആണല്ലേ, അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ലോഞ്ചിറ്റ്യൂഡനൽ റിഡൻഡൻസി ചെക്ക് LRC. പെർഫോമൻസ് ക്യാൻ ബി ഇംപ്രൂവ്ഡ് ബൈ യൂസിങ് 2 ഡയമെൻഷണൽ പാറ്റി ചെക്ക് വിച്ച് ഓർഗനൈസസ് ദി ഡാറ്റ ഇൻ ദ ഫോം ഓഫ് എ ടേബിൾ. 2 ഡയമെൻഷണൽ പാറ്റി ചെക്ക് ഉപയോഗിക്കുന്ന വഴി പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ കഴിയും. ഇവിടെ ഡാറ്റയെ ടേബിളിൻ്റെ ഫോമിലാണ് ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ ഫിഗർ നോക്കിയാൽ നമുക്ക് ഡാറ്റയെ 2 ഡയമെൻഷണൽ ടേബിളിൻ്റെ രൂപത്തിൽ ഓർഗനൈസ് ചെയ്തതായിട്ട് കാണാൻ കഴിയും. പാരിറ്റി ചെക്ക് ബിറ്റ്സ് ആർ കമ്പ്യൂട്ടഡ് ഫോർ ഈച്ച് റോ വിച്ച് ഈസ് ഇക്വലൻറ്റ് ടു ദി സിംഗിൾ പാരിറ്റി ചെക്ക്. ഇവിടെ ഓരോ റോയുടെയും പാരിറ്റി ചെക്ക് ബിറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച വെർട്ടിക്കൽ റിഡൻഡൻസി ചെക്കിനോട് ഇക്വലൻറ്റുമാണ്. ഇൻ 2 ഡയമെൻഷണൽ പാരിറ്റി ചെക്ക് a block of bit is divided into rows and the redundant row bit is added to the whole block. 2 ഡയമെൻഷണൽ പാറ്റി ചെക്കിൽ ഡാറ്റ യൂണിറ്റിനെ റോസ് ആക്കി ഡിവൈഡ് ചെയ്ത് ഓരോ കോളത്തിൻ്റെയും പാറ്റി ബിറ്റ് കണ്ടുപിടിക്കും. ആ മൊത്തം പാറ്റി ബിറ്റും ഒരു റോ തന്നെ പാറ്റി ബിറ്റ് ഉണ്ടാവും. അത് ഡാറ്റയുടെ കൂടെ അപ്പൻഡ് ചെയ്യും. ഇവിടെയും നമ്പർ ഓഫ് വൺസ് നോക്കിയാണ് പാറ്റി ബിറ്റ് കണ്ടുപിടിക്കുന്നത്. അറ്റ് ദി റിസീവിംഗ് എൻഡ് the parity bits are compared with the parity bits computed from the received data. റിസീവിംഗ് എൻഡിൽ റിസീവിംഗ് ഡാറ്റയിൽ നിന്ന് പാറ്റി ബിറ്റ് കമ്പ്യൂട്ട് ചെയ്ത് പാറ്റി ബിറ്റുമായി കമ്പയർ ചെയ്യും. രണ്ടും ഈക്വൽ ആയാൽ ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഫിഗറിൽ നോക്കിയാൽ ഒറിജിനൽ ഡാറ്റ കാണാൻ കഴിയും. ഏതാണ് ഒറിജിനൽ ഡാറ്റ? 1 1 0 0 1 1 1 0 1 0 1 1 1 0 1 0 0 1
11001001010010. ആ ഡാറ്റയിലെ ഓരോ 8 ബിറ്റിനെയും റോസ് ആക്കി ഓർഗനൈസ് ചെയ്യും. സോ നമുക്ക് 4 റോസ് കിട്ടുന്നുണ്ട്. ദെൻ നമുക്ക് റോ പാറ്റിയും കോളം പാറ്റിയും കണ്ടുപിടിക്കാൻ കഴിയും. ഫസ്റ്റ് റോ എടുക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് വൺസിലെ എത്രയാണ് 1 2 3 4 5. സോ ഇവനാക്കാൻ എന്ത് ചെയ്യും, ഒരു 1 ആഡ് ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് റോ പാറ്റി എന്ത് കിട്ടും, 1101 എന്ന് കിട്ടും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കോളം പാറ്റിയും കണ്ടുപിടിക്കാൻ കഴിയും. ഫസ്റ്റ് കോളം നോക്കിയാൽ നമുക്ക് 2 വൺസ് ആണ് കാണാൻ കഴിയുക. സോ ഇവൻ ആയതിനാൽ 0 ആഡ് ചെയ്യും. അങ്ങനെ കോളം പാറ്റി ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, 01 01 01 01 എന്ന് കിട്ടും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കോളം പാറ്റിയിൽ 9 ബിറ്റ്സ് വരുന്നുണ്ട്. എന്നാൽ ഡാറ്റയെ റോസ് ആക്കി ഓർഗനൈസ് ചെയ്തപ്പോൾ 8 ബിറ്റാണ് ഉള്ളത്. ഇവിടെ കോളത്തിലെ 9ാമത്തെ ബിറ്റ് റോ പാറ്റി നോക്കിയാണ് എടുക്കുന്നത്. ഇനി സെൻഡ് ചെയ്യുമ്പോൾ എല്ലാ റോയിലെയും 9 ബിറ്റും അതിൻ്റെ എൻഡിലേക്ക് കോളം പാറ്റിയുടെ 9 ബിറ്റും അപ്പൻഡ് ചെയ്താണെന്ത് സെൻഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് BRCയിലും LRCയിലും പഠിക്കാനുള്ളത്.